അല്ലേ? അതെ, കുക്കിയായിരുന്നു. അപ്പൊ കുക്കി ഡേറ്റ എൻട്രി ഓഡിറ്റ് ചെയ്യാൻ ഇവിടെ പുതിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. മാളുവാണ് ഓഡിറ്റർ ഞങ്ങളുടെ. മാളിന് കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാവോ? അറിയാം കേട്ടോ. മാളിന് കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാം. അത് മതി, അതിൽ കൂടുതലൊന്നും അറിയണ്ട. ഓഡിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മാളുവിന് നമ്മുടെ ലാപ്ടോപ്പ് കൊടുത്തിരിക്കുകയാണ്. മാളു, ലാപ്ടോപ്പ് തുറക്കണോ? തുറക്കണമെന്നാ പറയുന്നത്. തുറക്കാതെ പറ്റത്തില്ല, അത് മാന്തി തുറക്കാൻ നോക്കുന്നത്. ഓണാക്കി കൊടുക്കണമായിരിക്കും. ഓണായല്ലോ, തട്ടി എന്നാ പിടി നോക്ക്. എല്ലാം ഒന്ന് കണക്കല്ലോ ഒന്ന് ശരിയാക്കി കണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അതെന്തൊന്നും പറയാത്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിഗരറ്റ് പ്രശ്നമുണ്ട്. മാളു, ഓഡിറ്റ് കേട്ടോ, നമുക്ക് ഓഡിറ്റ് ചെയ്യുന്ന ആള് മാളു. മൈത്രയും പറഞ്ഞിട്ടുണ്ട് അത് പബ്ലിക് ഓഡിറ്റ് വേണം. മൃഗ ഓഡിറ്റിനെ പറ്റി ഒന്നും ആരും ചിന്തിച്ച് കാണത്തില്ല. നമ്മുടെ കുക്കിയാണ് ഡേറ്റ എൻട്രി ചെയ്തത്. ആ USB ഉണ്ട്, അത് വേണേ നമ്മള് കുക്കിയെ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യിച്ചേ. കുക്കി പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ കുക്കിയെ നമ്മൾ വേറെ കമ്പനി ജോലിക്ക് വിട്ടു. ഇത് USB ഇരുന്നോ? അല്ലോ, ഇതെന്ത് പരിപാടിയാ? ഇനി നമുക്ക് വേണ്ടത് മറ്റേ ആ ചെക്ക് എടുത്തോണ്ട് വരുവാണ്, സൈൻ ചെയ്യാം. ഇങ്ങോട്ട് പോവാനോ ഓടിച്ച് വന്നിട്ട് ഇറങ്ങിപ്പോന്ന് വിചാരിച്ചത്. നീ ചുമ്മാ കുഞ്ഞു കളിക്കുവാ. ആടിപ്പോവാനാ നോക്കുന്നത്. എക്സ്പെൻസ് നമ്മൾ ഞാൻ ഒന്ന് വീഡിയോ ഇട്ടതാ ഇത്. എന്നാൽ പോലും ഇതിപ്പോ നമ്മൾ ആൽബിന്റെ വീട്ടിലാണ് ഉള്ളത്. നമ്മുടെ ഓഡിറ്റർ ഇപ്പൊ അങ്ങോട്ട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ. അവിടെ ഓഡിറ്റർ വന്ന് നോക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കറക്റ്റ് ആണോന്ന്. ഓഡിറ്റർ നോക്കി എടുത്ത് ക്യാമറ കാണിച്ച് ഓഡിറ്റ് ചെയ്യാവാ. ഇങ്ങോട്ട് കൂടി ഓഡിറ്റർ അവിടെ നോക്കും. മനസ്സിലായത്? ഒറിഞ്ഞാ നോക്കുന്നേ, നമ്മളൊക്കെ ചെയ്യുന്ന കറക്റ്റ് ആണോന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്ന. ഇതെന്ന് പറയാൻ നമ്മളെ നമുക്ക് കിട്ടിയ പൈസ ഇവിടെ തൊട്ട് ഒരു നമ്മൾ 6/15 ആദ്യത്തെ ഡൊണേഷൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇൻകം പോലെ ഇവർ ഡൊണേഷൻസ് നമ്മൾ എടുക്കുന്നതിൻ്റെ എക്സൽ ഷീറ്റ് ആകട്ടെ. ഇത് വെബ്സൈറ്റിൽ ഇത് ഇങ്ങനെയല്ല കാണുന്നത്, എങ്കിൽ പോലും ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനമാണ്. ഇതിനകത്ത് ഇത്രയും പൈസ കിട്ടി. അതായത് 1,23,565 ആണ് കിട്ടിയേക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ. അതിൻ്റെ ബാലൻസ് ഇന്ന് അക്കൗണ്ടിൽ നിന്ന് കാണിക്കുന്ന ഈ 9,704.6 ആണ് ബാലൻസ് ഉള്ളത്. ഇനി ഇത് അക്കൗണ്ട് ബാലൻസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും കാണുന്ന രണ്ട് എമൗണ്ട്. അതായത് 9,704.6 എന്ന് പറയുന്നത് അക്കൗണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ബാലൻസ് എമൗണ്ട് ഇത്രയും ഉണ്ടെന്നും, ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ്പെൻസ് കണ്ടോ, അതായത് ആൽവിന് കൊടുത്ത പൈസകൾ, മറ്റ് ചെറിയ ചെറിയ എക്സ്പെൻസസ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ എമൗണ്ടാണ് ഈ കാണുന്നത്. അതായത് 1,13,860 റുപ്പീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തതിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് ഈ കാണുന്നത്. 10,000 രൂപ ചെക്ക് കൊടുത്തു, 5,000 രൂപ ചെക്ക് കൊടുത്തു, 10,000 രൂപ ചെക്ക് കൊടുത്തു. ആ ചെക്ക് കാണാം അവിടെ. ഈ 2,500ൻ്റെ ഇതൊരു ഗൂഗിൾ പേ ആണെന്ന് തോന്നുന്നു. അതങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം മെഡിക്കൽ ട്രസ്റ്റിൽ ഇയാൾ അഡ്മിറ്റ് ആയപ്പോൾ ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 6,500 പെറ്റി ക്യാഷ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തത്തിലാകെ നമ്മുടെ ട്രസ്റ്റ് യൂസ് ചെയ്തേക്കുന്ന പൈസ കേട്ടോ, 2 മാസത്തിലെ. അത്രയൊന്നും അല്ല എക്സ്പെൻസ്, അതിൽ കൂടുതലുണ്ട്. പക്ഷേ ഇത്രയും നമ്മളിതിനകത്ത് കാണിക്കുന്നുള്ളൂ തൽക്കാലം. 10,000 ഡെയിലി എക്സ്പെൻസസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബില്ലുകൾ ഇനി കാണാം. ഇപ്പോൾ ഗ്ലോബൽ ഫാർമ എന്ന് പറയുന്നിടത്തു നിന്നാണ് നമുക്ക് ഈ മരുന്നുകൾ കിട്ടുന്നത്. കുറച്ചൊക്കെ, എല്ലാം അല്ല, അവർക്ക് നമ്മൾ ഡയറക്റ്റ്ലി ഇവർ
കൊറിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവർ മേടിക്കും മരുന്നുകൾ, അവർ കിട്ടാത്തതൊക്കെ ഇവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് പിന്നെ വണ്ടിയുടെ മറ്റേ വീട് ജപ്തിയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 40,000 രൂപ അടച്ചു. അതിന് ഇനിയും വേണമല്ലേ? എത്ര ആണെന്ന് പറഞ്ഞു അവർ ഇന്നലെ? അപ്പോൾ അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര വേണമെന്ന് അപ്പം അറിയാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വാ, ഈ സാധനം കണ്ടോ? ഇതെന്ന് പറയുന്നത് പിന്നെ ഓരോ കേസ്, അതായത് ഇപ്പോൾ ആൽബിൻ്റെ ബില്ലുകൾ, ബാങ്ക് ലോൺ, യൂണിയൻ ബാങ്കിൻ്റെ ലോൺ അടച്ച പൈസ ഇത്ര, അതിൻ്റെ റെഫറൻസ് നമ്പർ, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പേരെണ്ണം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,13,860 റുപ്പീസ് ഇയാൾ ഇതുവരെ ചിലവാക്കിയതിൻ്റെ ബില്ല്, ഗൂഗിൾ പേ, അതെവിടായി എന്തായി എന്നൊക്കെ പറയുന്നൊരു ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. എന്താ ജിയോ അവർ മൊബൈൽ റീചാർജ് ചെയ്തതിന് 300 രൂപയുടെ ഒരു മാസത്തെ റീചാർജ് ഉണ്ട്. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇനി വെബ്സൈറ്റിൽ വരുന്നത്. ഇതിപ്പോൾ അതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ആൽബിൻ്റെ വീട്ടിൽ വരുന്നു, ആൽബിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു, വേറൊരാൾ ഓഡിറ്റർ ഉണ്ടാകുന്നു, ഓഡിറ്റർ ഇപ്പോൾ പുറത്താണ് ആള്. അപ്പോൾ ഇതാണ് എല്ലാവർക്കും മനസ്സിലായോ? ഒന്നാമത് ഇയാൾക്ക് മനസ്സിലാവണം, ആൽബിന് മനസ്സിലാവണം, പിന്നെ എനിക്ക് മനസ്സിലാവണം, ക്യാമറമാന് മനസ്സിലാവണം, ആള് ഓഡിറ്റർക്ക് മനസ്സിലാവണം. പിന്നെ അവൻ്റെ പേരെന്താ അവിടെ കിടക്കുന്നത്? ലെംബോ മാനേജിങ് ഡയറക്ടർ ഓഫ് ദ ഓഡിറ്റിംഗ് കമ്പനിയാണ്. ലെംബോയെ കണ്ടോ? വിളിച്ചാ വരുമോ? ആഹാ, ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നല്ലോ. പൂച്ച കടിച്ചെന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ടാ. അത് കൊള്ളാം. പൂച്ച പട്ടി ഇയാളെ പരിചയപ്പെടുത്തുന്ന പട്ടിയെ തപ്പി വന്നതാ. അന്ന് ചെറിയൊരു മുറിവേ ഉള്ളായിരുന്നു കാലയിൽ. അന്നേ ഞാൻ പറയുന്നുണ്ട് സൂക്ഷിക്കണം. അന്നേ പോയിരുന്ന ചിലപ്പോ ഇത്രയും വരത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഒരു തടവ് സ്വർണ്ണ 100 തടവ് സ്വർണ്ണ മാതിരി. ഇത് പലർക്കും അറിയാനുണ്ട്. എന്താണ് ഫസ്റ്റ് കേസ് ഇയാളെ കാണുന്നത് അത് കേട്ടോ, സിദ്ധിക്കൊക്കെ അത് കഴിഞ്ഞാ പെട്ടെന്ന് ഇയാൾ എന്നെ പരിചയപ്പെട്ടത് കൊണ്ടുള്ള ഗുണങ്ങളായി കാണും. കാലിലെ തള്ളവരിലൊക്കെ പോയി. എന്താ അവസ്ഥയല്ലേ? എടോ ഇതുകൊണ്ടൊക്കെ ഇത് കരിഞ്ഞു വരുന്നുണ്ടല്ലോ. അത് മതിയോ? ഇനി ഇത് കൂടാതെ നോക്കിയാൽ മതി, ഒരു പ്രശ്നമില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എക്സ്പെൻസുകൾ. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്തിട്ട് ഇത് വെബ്സൈറ്റിൽ വരും ഇതുപോലെ തന്നെ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഇവിടെ വന്നിരുന്ന ഇങ്ങനെ ഒരു എന്താ പറയുക പരിപാടി കാണിച്ചത്. വേറെ കാര്യങ്ങളുണ്ട്. ഇനി ബില്ലുകൾ കുറച്ച് കിട്ടാനുണ്ട്. ആ ബില്ലിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഫോട്ടോസിനകത്ത് ക്ലിയർ അല്ല, അത് എടുക്കണം. പിന്നെ ഇതിന്റെ കൂടുതൽ ബില്ലുകളുണ്ട്, അത് അടുത്തോണ്ട് പോകാനും കൂടെ വന്നേക്കുന്നത്. പിന്നെ ഇതെല്ലാം ബോധ്യപ്പെടുത്തണ്ടേ, ഇവർക്ക് മനസ്സിലാവണ്ടേ. അപ്പൊ ആൽബിനെ കാണിച്ചെന്നേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇനി ഇത് താൻ കുറച്ചേറെ പഠിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഇതിനകത്ത് ഞാൻ വേണേ ഇത് ചെയ്യുന്ന ആളായിട്ട് ഇവിടെ ലാപ്ടോപ്പും കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇരുത്താം. നമ്മൾ രക്ഷപ്പെട്ട മനസ്സിലായോ? ട്രസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ജോലിയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തൽക്കാലം മറ്റേ ഞാൻ നോക്കട്ടെ, ഈ പറഞ്ഞ പരിപാടി നടക്കും. ഇയാൾക്ക് അങ്ങനെ ഒരു ജോലി സാധ്യത കാണുന്നുണ്ട്. അത് ചെറിയായിട്ട് പഠിച്ചാൽ മതി, വലിയതായിട്ട് പഠിക്കൊന്നും വേണ്ട. അതായത് ഈ ഹോം കെയർ പോലത്തെ പരിപാടിക്കകത്ത് ഒരു കമ്പനിയിൽ ആൽബിന് പറ്റും. ഈ കാലൊക്കെ മതിയായിരുന്നു. അവിടെ മറ്റേ തലയും കുത്തിക്കൊന്നും വേണ്ട, നൈസായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതായത് വീടുകളിലൊക്കെ പോയിട്ട് ചെറിയ രോഗികളുടെ ഒക്കെ കൂടി ഒന്ന് സമയം കളയുക. ഒരു രോഗി മറ്റൊരു രോഗിയെ സഹായിക്കുന്നു. അതിന് വേറൊരു മഹാരോഗി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ രോഗികളൊക്കെ ഉണ്ടാകുന്നു, ആ രോഗിന്ന് വന്നില്ല. മൂത്തൊരു സാധനം ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ താരമാ, ഇപ്പോഴത്തെ മെയിൻ താരം വന്നിട്ടില്ല. പിന്നെ ചെറുതായിട്ട് പുള്ളിക്കാരിക്ക് ഒരു ചെറിയ വീട്ടുജോലി ഒപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പരിചയത്തിനുള്ള ഒരാളുടെ വീട് ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ അത് ആഴ്ച 2 ദിവസം പോകാൻ പറ്റും. അങ്ങനെ ഒരാഴ്ച 1000 രൂപ വെച്ച് കിട്ടും അല്ലേ? അങ്ങനെ അത്രയും പൈസ കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേറെ വല്ല വീട്ടുകാരോ വല്ല ഇവിടെ പ്രദേശത്തുണ്ടെ കണ്ടുപിടിക്കും. അവരാണേലും കണ്ടുപിടിച്ച് തരും. അവരിവിടെ തന്നെ ഉള്ളവരാണോ? അവര് ഈ പ്രദേശത്ത് എങ്ങാണ്ടൊക്കെ വീടുള്ള ആൾക്കാർ. അവർക്ക് പരിചയപ്പെട്ടപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ ആള് വേണം, അയാളുടെ വൈഫിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അത് അങ്ങനെ വന്നത്. അവർക്ക് സ്ഥിരം വേണം.
അവർക്ക് ഒരിക്കലും ഇത് നിർത്താൻ പറ്റത്തില്ല. അവരെ പ്രായമായവരാണുള്ളത്. പിന്നെ തന്റെ കേസ് വരുമ്പോ തനിക്ക് കുറച്ച് ചിലപ്പോ വീൽ ചെയറെ കൊണ്ടു നടക്കുന്ന ആളോ, മനസ്സിലായോ? അവരോട് നിന്നാ മതി. ഡ്രൈവിംഗ് അറിയാവോ? ഡ്രൈവിംഗ് 4 വീലറും 2 വീലറും ഉണ്ട്. പക്ഷെ 4 വീലർ കൈയടങ്ങിയിട്ടില്ല. നടക്കുന്ന ലൈസൻസ് ഉണ്ട്. പിന്നെ ഇതിന് ഈ കാലിന് ഷൂവോ ചെരുപ്പോ ഉണ്ട്. അത് മേടിക്കണം. ഇത് കഴിഞ്ഞിട്ട് നീര് മാറി ഉണങ്ങി കഴിഞ്ഞാൽ അതൊക്കെ ഇതാവും. പിന്നെ ഇൻസുലിനും ഫുഡും കറക്റ്റായിട്ട് കഴിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിലും വലിയ പുള്ളികളെ സുഖമായിട്ട് നടക്കൊണ്ടിരിക്കും. എനിക്കും ഉണ്ട്, ഷുഗറൊക്കെ നല്ലപോലെ ഉണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇതുവരെ അത് ഇതുപോലത്തെ സാധനം ഒന്നും കാണിച്ചിട്ടില്ല. മുറിഞ്ഞില്ലെന്ന് തോന്നുന്നു, അതായിരിക്കും. അല്ല എന്നെ അന്ന് കിട്ടണ്ടായിരുന്നു എനിക്ക്. തനിക്ക് 9 അല്ലാന്നോ അതോ 11? HbA1c ആണോ? എനിക്ക് 9.8 വന്നത്. അത് തന്നെ അറിയോ? അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. 6 മുതൽ പ്രശ്നമല്ലേ? 6 അതിന്റെ മാക്സിമം. അതിന് വണ്ടക്കോട്ട് പോകുന്നൊക്കെ ഡേഞ്ചറാ. പിന്നെ എന്നെ പോലത്തെ ആൾക്കാർക്ക് 10 വരെയൊക്കെ കുഴപ്പമില്ല. ഞാൻ മറ്റേ സ്ഥാനമാണ് ശാന്തന്മാര് പിടിച്ചിരിക്കും. പക്ഷെ ഞാൻ പിടിച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് അറ്റാക്കും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. അയ്യോ എന്തോ ചെയ്യാനാ. ഇങ്ങനെയാണ് കേട്ടോ കാര്യങ്ങള്. ഇതിനകത്ത് നമുക്കിപ്പോ മനസ്സിലായിരിക്കുന്ന ഇപ്പൊ എന്താണെന്നറിയോ, തനിക്കിനി താനിപ്പോ ബില്ലുകൾ ഇപ്പൊ ഇല്ലേ ഇടുന്നില്ലേ? അതാണ് ഈ മെസ്സേജ് അയച്ചേക്ക്. ഇപ്പൊ ഇട്ടിട്ടുണ്ടോ? അതായത് ഞാൻ പറയാം, എന്നുവരെ ഉള്ള താനിക്ക് തന്നേക്കുന്നത് 9th ഒക്ടോബർ ലാസ്റ്റ് കിട്ടിയ ബില്ല്. അത് CT സ്കാൻ ചെയ്ത് ബ്രെയിനിന്റെ അത് 1100 ഒരു ബില്ലുണ്ട്. അതല്ലാതെ അതിന്റെ മുന്നോട്ടുള്ളതൊന്നും കാണിച്ചില്ല. 9th ഒക്ടോബറോ? 9th ഒക്ടോബർ അല്ല, ഒക്ടോബർ അല്ലല്ലോ. അല്ലല്ലോ, സോറി. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അത് ഒക്ടോബർ സെപ്റ്റംബർ ആയിരിക്കുള്ളൂ. 9 അല്ലേ? 9 ആയിരിക്കും. കാര്യം എന്താ, ഞാൻ 9 മാസമാണ് എല്ലാ ബില്ലും ഇട്ട് തന്നത്. കറക്റ്റാ. എന്നാ അത് ഒരെണ്ണം ഹോസ്പിറ്റലിൽ ഒരെണ്ണം ഉണ്ട്, CT സ്കാൻ ചെയ്ത് അന്നായിരിക്കും. അതെ അതെ അതെ, കുഴപ്പമില്ല. അതിൽ നമുക്കത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഡേറ്റ് മാത്രമല്ലേ മാറിയിട്ടുള്ളൂ. ഇത്രയും എന്താ പറയണ്ടേ, ഇപ്പൊ ഗൂഗിൾ പേ വന്നിട്ടുണ്ട്. ആംബ്രോസ് കേബിൾ വിഷൻ. നിങ്ങൾ കേബിളിന്റെ അല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച കൊടുത്തതുണ്ട് 200 രൂപ. അതെ, ഇതേപോലത്തെ ഒരു ബില്ല് ഞാൻ പിൻ ചെയ്ത് അതിന് എന്താ ചെയ്യുന്നത്? ആംബ്രോസ് കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ 2 മാസത്തെ ബില്ല് ഉണ്ടാവുന്നില്ല. ഞാൻ നോക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ട് തന്നില്ലേ മാനുവൽ എന്ന് പറഞ്ഞ പുള്ളി, മറ്റേ ജോസഫ് തമ്പരിക്ക് എന്ന് പറഞ്ഞുള്ള ഇതില്ലേ കലരക്ക്, ആ പുള്ളി ആ വീട്ടുകാരനാണ്. അപ്പൊ ആ പുള്ളിക്ക് പൈസ അത്യാവശ്യം ചെയ്തുകൊണ്ടിട്ട് നമ്പർ മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ചേട്ടൻ വന്ന തന്ന കാശ് ഞാൻ ഇതിലാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടാണ് ഞാൻ അജിനോ ഇത് വാട്സപ്പ് ചെയ്തത്. അപ്പൊ മറ്റേ നമുക്ക് ഇന്നിപ്പോ കൊടുക്കാമല്ലോ. ഇന്നല്ല നാളെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ചെക്ക് നാളെ അതൊരു വലിയ പ്രശ്നമായിരിക്കും. ഡിസ്ട്രിബ്യൂട്ടർ ഇതിന്റെ അക്കൗണ്ട് ഹോൾഡർ ഭാരത് ഗ്യാസ് അല്ലേ? ഭാരത് ഗ്യാസ്. അതെ, അവിടുത്തെ സീറോ അടിച്ചു വിടണോ? അതിനകത്ത് ചെക്ക് ചെയ്ത് വേണ്ട. അത് അന്ന് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ള പ്രശ്നമാണ്. തന്റെ പല്ല് പറിച്ചതിനൊക്കെ എത്ര രൂപയാന്നുള്ളത്? അതിന്റെ ബില്ലുണ്ടോ? ഭാരത് ഗ്യാസ് എല്ലാ മാസം 810 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. അത് ഈ ആക്കടെ കൊണ്ടിട്ട് ബില്ല് മേടിച്ചില്ലേ? അങ്ങനെ. അയ്യോ, അതൊന്നും നോക്കരുത്. നിങ്ങൾക്ക് മൊത്തത്തില് അങ്ങനല്ല. പിള്ളേർക്ക് എന്തെങ്കിലും ആയാലും പറയണം. നിങ്ങളിപ്പോ ഇവിടെ അവർക്ക് ഫീസ് അടച്ചെങ്കിൽ അത് പറയണം. ബുക്ക് മേടിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ ഉണ്ട് അറിയിക്കണം. കാരണം തനിക്ക് വയ്യായിരിക്കുമ്പോ തന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം മേടിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇയാൾക്ക് ഇങ്ങനെ പറ്റിപ്പോ ഇയാൾ പഠിക്കും പോയില്ലല്ലോ. എന്നാ എത്ര കഴിയോ? അല്ല, മൊത്തത്തിൽ മരുന്നോ മരുന്നൊക്കെ കൂടെ കൂടി അത് കുഴപ്പമില്ല. എക്സ്പെൻസീവ് നമുക്ക് കയറ്റാം. അത് എന്നുവെച്ചാൽ അങ്ങനെ നോക്കിക്കോണം എപ്പോഴും. കാരണം നിങ്ങൾ 2 മണിയിലായിരുന്നു കഴിഞ്ഞാൽ പട്ടിണിയായി പോകും. പിള്ളേരുടെ പറഞ്ഞപ്പോ പിള്ളേരുടെ മാത്രം മതി എന്ന് വിചാരിച്ചു.
അങ്ങനല്ല. തനിക്കപ്പൊ പൈസ എവിടെ എന്ത് ചെയ്യും വേണ്ടി വന്നു? ഇപ്പൊ 1200 രൂപയാണെങ്കിൽ പോലും എന്നുവെച്ചാൽ എന്താണെന്നറിയോ, നമ്മളിപ്പോ അയക്കുന്ന പൈസ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അതിനകത്തൊക്കെ തന്നെ എടുത്തിട്ട് ബില്ലില്ലാതെ അതേപോലെ ഇല്ല ജോ, അന്ന് അങ്ങോട്ട് വന്ന 500 രൂപ ഓട്ടോ കാശ് ഇങ്ങോട്ട് പോകുന്നത് 350 രൂപയായിരുന്നു. അപ്പൊ അതൊന്നും നമുക്ക് ബില്ല് കയറ്റാനും ബില്ല് വേണ്ട. താൻ ചെലവായ പൈസ വാട്സപ്പ് ചെയ്താൽ മതി, ഇത്ര രൂപയായി. തനിക്ക് ഈ കാലം വെച്ചോണ്ട് അവിടെ വരെ വരണമെന്നുണ്ട്, ഓട്ടോയിലല്ലാതെ വരാൻ പറ്റില്ല. വളരെ അതൊക്കെ മനസ്സിലാക്കണം. അത്ര നമുക്ക് എല്ലാവർക്കും ഈ കരിയിൽപ്പടി അന്ന് പോയില്ലേ, അന്ന് പോയതും 150 രൂപ അങ്ങാടും 150 രൂപ ഇങ്ങാടും ആയിട്ടുണ്ട്. അത് വാട്ടർ സക്കാശനാണ്. അതൊക്കെ ഗൂഗിൾ പേ ആണോ ചെയ്തേ? ഗൂഗിൾ പേ അല്ല, അത് കുഴപ്പമില്ല. അത് ഗൂഗിൾ പേ ഉണ്ടെന്ന് വെച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അന്ന് പൈസ ഇല്ല, തന്നെ പൈസ ആയിട്ടാ ഇരിക്കുന്നെങ്കിൽ ആ പൈസ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അത് എഴുതി എല്ലാം പറയണം, മെസ്സേജ് ആയിട്ടാണ് ഇടുന്നത്. അപ്പൊ നമുക്ക് ആ ടോട്ടൽ ഇത് കണക്ക് കിട്ടും. ചിലപ്പോ അത് മൊത്തം നമ്മൾ തരാൻ പറ്റിയില്ലെങ്കിൽ പോലും അതവിടെ കിടക്കണം. എനിക്ക് ഇത്രയും ചെലവ് ഉണ്ടാവുന്നുണ്ട് ഒരു മനുഷ്യന് ഇവിടെ, അത്രയും അറിയാനാ ഇതൊക്കെ എടുക്കുന്നത്. നമുക്കിത് അങ്ങനത്തെ എന്ത് ചെലവുകൾ അറിയുന്ന, അതായത് ഇപ്പൊ ഒരു പച്ചക്കറി കാണിച്ചാൽ പോലും അത് ബില്ലായിട്ട്. ഈ പുത്തമ്പുരയ്ക്ക് ജോസഫ് മാൻ എന്ന് പേരുള്ള ആളാണല്ലേ നിങ്ങളുടെ ഈ പലചരക്കട? അത് നമ്മ ഇവിടുന്ന് പോകുമ്പോ രണ്ടാമത്തെ സ്റ്റോപ്പാണ്. അയാളുടെ കുറെ ബില്ല് കാണുന്നുണ്ട്. ഈ 58 അത് കുഴപ്പമില്ല. ചെറിയ ബില്ല് കൊടുത്തത് ഗൂഗിൾ പേ ഇതല്ലേ, 110 40 ഇത്രേ ഉള്ളു അല്ലേ? അല്ല, മറ്റേ 2000 ചെയ്തായിരുന്നു. അത് പുത്തമ്പുരയ്ക്ക് ജോസഫ് എന്നല്ല, മാനുവൽ ജോസഫ് എന്ന് പറഞ്ഞു. ഞാൻ 2000 കിട്ടിയിട്ടില്ല. അന്ന് പുള്ളിക്ക് കൊടുത്തത് ആ പൈസ കൊടുത്തത് അത് ഇയാൾക്കുള്ള കടയുടെ ഇതിലല്ല അയച്ചത്, പക്ഷെ പുള്ളിയുടെ പേഴ്സണൽ അക്കൗണ്ടിലായിട്ടാണ്. അത് കുഴപ്പമില്ല. അത് അയച്ചിട്ട് അത് താൻ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഇതിപ്പോ ഇനി 2246 രൂപ കൊടുക്കേണ്ടി വരും. അല്ല, കട്ട് ചെയ്യണോ? കട്ട് ചെയ്യണം. മാനുവൽ PJ, പുള്ളിയുടെ പേര് മാനുവൽ. നോക്കട്ടെ. ആ 2246 റുപ്പീസ് കുറവുണ്ട്. അതായത് നമ്മൾ ഇനി അങ്ങോട്ട് കൊടുക്കാണ്ട് ബില്ല് വന്നു കഴിഞ്ഞിട്ട്. മനസ്സിലായി? നിങ്ങൾ എത്ര രൂപ പണയം വെച്ചതിന്റെ അടുത്തെന്ന് പറഞ്ഞു? എടി ഇത് അത് എത്രയായിരുന്നു പണയം വെച്ചത്? ചേച്ചിയൊക്കെ മറ്റേ സ്വർണ്ണം തന്നിട്ട് പണയം വെച്ചത് എത്രയായിരുന്നു? 15 രൂപ. എത്ര രൂപ കിട്ടി നിങ്ങളുടെ കയ്യിൽ? അവരെന്ത് പണയം വെച്ചു? അത് ഞങ്ങളുടെ കയ്യിൽ തന്നില്ല, പൈസ തന്നില്ല. അവര് ബില്ലടച്ച് ഞങ്ങളോട് പറയണമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹായം പോലെ ചെയ്താറുണ്ട്. കുഴപ്പമില്ല, അതാണ് കാര്യം. അവർക്ക് കൊടുക്കണ്ടേ? അവര് ചോദിച്ചിട്ട് ആവശ്യം വരുവാണെങ്കിൽ അതാണ് അങ്ങനെയാ. സ്വന്തം ചേച്ചിയതുകൊണ്ടിട്ട് പുള്ളിക്കാരി ഒന്നും ചോദിക്കണമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ആവശ്യം വന്നാൽ അങ്ങനെയാണ് ഈ ബില്ലിനകത്ത് 10-15 രൂപയുടെ വ്യത്യാസം വരുന്നത്. ശരിക്കും പറഞ്ഞാല് ആ പൈസ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അവർ സഹായിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഒരു ഇതാണ്. നോക്കാം. ഞങ്ങളുടെ സ്വന്തം ചേച്ചി ആയതുകൊണ്ടിട്ട് പറയാനായിട്ടൊരു ബുദ്ധിമുട്ട്. അതാണ്. അത് മൈൻഡ് ചെയ്യണ്ട, നിക്ക്. നമുക്ക് വേറെ സെറ്റ്. ഞങ്ങളത് ബില്ലെന്നാ ചോദിച്ചപ്പോ അത് കുഴപ്പമില്ല, അത് നിങ്ങൾ തന്നെ വീട്ടിക്കും. അത് മനസ്സിലായോ? അതെ. ഇതിനകത്ത് പിടിക്കണ്ട. ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ഇത്ര എക്സ്പെൻസ് നടക്കുന്നല്ലേ. എനിക്കിനി ഇപ്പൊ പതുക്കെ ജോലിയൊക്കെ ആകുമ്പോൾ കൊടുത്താൽ പതുക്കെ കൊടുത്താൽ മതി. അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇനി നമ്മൾക്കിപ്പോ ഇന്നലത്തെ ഒരു 10,000 ചെക്ക് കൊടുത്തിട്ട് പോലും മൈനസ് ആണ് നിൽക്കുന്നത്. അത് കുഴപ്പമില്ല, സെറ്റാക്കാം. പിന്നെ
ഇത്രയും തന്നെ ചെലവുകൾ ഇനിയും കാണും അല്ലേ? ഇയാൾക്ക് ജോലി കിട്ടുന്ന വരെ വേണ്ടി വരും. അത് നമ്മൾ ജോലി ശരിയാക്കിയിട്ടുണ്ട്. ബില്ലിന്റെ പിന്നെ എനിക്കൊരു 2000 രൂപയുടെ ബില്ല് കിട്ടുമ്പോഴത്തേക്ക് അതല്ല അല്ല നിങ്ങൾ 2000 രൂപയുടെ ബില്ല് കൂടുതലാണ് തന്നേക്കുന്നത്. കാരണം ആ പൈസയൊക്കെ എടുത്ത് യൂട്ടിലൈസ് ചെയ്തതിനകത്ത് ഇതൊക്കെ പെടുവായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് അല്ല. തന്റെ ഇതിനകത്തോട്ട് എങ്ങനെയാ തനിക്ക് അല്ല ഞങ്ങളിനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കണക്ക് വെച്ചിട്ടാണെങ്കിൽ തനിക്ക് 2000 രൂപ അങ്ങോട്ട് തരണം. കാരണം ബില്ല് ഇത്രയും താൻ തന്നിട്ടുണ്ട്. അതാണ് ഞാനതാ ചോദിച്ചത്. വേറെ പൈസ അതെ 10 കൂടാതെ. അത് എന്തുകൊണ്ടാണ് ഇത്രേ ഉള്ളു കാര്യം. അതായത് അവരുടെയൊക്കെ പൈസ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്തതിന്റെ ഇത് വരുമ്പോ ഇതിനകത്ത് കുറെ ബില്ലൊക്കെ കേറി പോകും. മനസ്സിലായോ? എല്ലാം ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. മൊത്തം എക്സ്പെൻസ് നമ്മളല്ലല്ലോ എടുക്കുന്നത്. എന്റെ ഭാര്യ ജോലി ചെയ്യുന്നില്ലേ, അതിന്റെ പൈസ അവർക്ക് ഒരു ആഴ്ച 1000 അല്ലേ കിട്ടുന്നത്. ആകെ 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ശനിയും ഞായറും ഇല്ലല്ലേ. അതും വല്ലപ്പോഴും. പിന്നെ ഈ വീടിന്റെ ഷീറ്റ് ഒന്ന് കാണിച്ചേക്ക്. ഇത് അകത്തോട്ട് ചോര് വല്ലതും ചെയ്യുന്നുണ്ടോ? ചോറില് മൊത്തം ചോറില്ല. അയ്യോ മാറ്റണം. മഴ വന്നു കഴിഞ്ഞാൽ ചോറില് പുറത്തോട്ട് ഇറങ്ങിയ ഞാനതാണ് അജുവിനായിട്ട് അതേപോലെ ജലാശയം മൊത്തം പോയിരിക്കും. അതിന്റെ അകത്തൂടി മൊത്തം വെള്ളം പോയി. ഇത് ഷീറ്റിന്റെ ഒന്ന് നമുക്കൊന്ന് ചോദിക്കാം. ആരോട് ചോദിക്കാനാണ്? ഇവിടെ ആരും ഉണ്ടോ പണി ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചായിരുന്നു. അവൻ വന്ന് ഈ ഞായറാഴ്ച വന്ന് നോക്കിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എടാ ഇന്നലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്ര രൂപ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എക്സ്പെൻസാ 45 രൂപ. 45 രൂപ വലിയ കണക്കൊന്നുമല്ല. ഇത്രയും ഷീറ്റ് മാറാനുണ്ട്. വീടിന്റെ ഷീറ്റ് മൊത്തം മാറണം. കാരണം ഇതിനകത്തുനിന്ന് ഇവിടെ ഇതിന്റെ അകത്തുനിന്നാണ് ഈ വെള്ളം അതല്ല കറുത്തേക്കുന്നുണ്ട്. അത് വെള്ളം ഒഴുകിയിട്ട് കറുത്തേക്കുന്ന സീനാണ് കാണുന്നത്. അപ്പൊ അത് നോക്കാം. വേറെ ജനലല്ലേ ഡോറൊക്കെ അടക്കാൻ ലോക്കില്ല. പുറത്താട്ട് ഇറങ്ങിയ ലോക്കില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി വെച്ചിട്ടാ പോണം. പിന്നെ ഒന്നും എടുത്തിട്ട് പോകാനില്ല. ഒന്നും എടുത്തിട്ട് പോകാനില്ലാത്ത കൊണ്ട് വെറുതെ ചാരി വെച്ചിട്ട് പോകും. അത് തന്നെ. പിന്നെ രണ്ടും നമ്മുടെ ഓഡിറ്റർമാരുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് വേറെ കേസ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ പോസ്റ്റ് ഉടനെ വരും. അതൊരു ആസ്മ അല്ല ഹാർട്ട് അല്ലേ? ഹാർട്ടും പിന്നെ സ്പൈനിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. നമ്മളങ്ങനെ വലിയ ഭയങ്കര സാമ്പത്തിക ബാധ്യത ഒന്നും പിടിക്കുന്ന കമ്പനിക്കാരല്ല. ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് പോകാനുള്ള ഉദ്ദേശമാണ്. ഇതിനകത്ത് ഇപ്പൊ വീടിന്റെ പരിപാടിക്ക് 40,000 രൂപ എസ്റ്റിമേറ്റ് ഇടാം. അതായത് ഈ ഷീറ്റിന്റെ ഒക്കെ കൂടി ഇട്ടിട്ട് ഒരു 50 രൂപ കളക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ ഷീറ്റ് മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ബൈ. ടോബിക്ക് എന്താ പ്രശ്നം? ടോബി ടോബി ആമ്പട്ടിയല്ലേ? ഇതിനെ സൂക്ഷിക്കണം കേട്ടോ. ഈ സാധനം എല്ലാം വന്ന് ക്രോസ് ചെയ്ത് ഇതാവല്ലേ. അതിന്റെ ഇത് എടുത്ത് കളഞ്ഞാണ്. അത് കളയണം. പതുക്കെ കളഞ്ഞു. അന്ന് ഇതിന്റെ ഹീറ്റാകുന്ന സമയത്ത് വല്ല നാടൻ പട്ടി ഒന്ന് ക്രോസ് ചെയ്ത എന്തോടാ എന്തോ നിനക്ക് അവിടെ ഓ അതൊന്നും നടക്കത്തില്ല. അതിനൊക്കെ വല്ല അവിടെ ചാട്ടം ഓഡിറ്റർ ഇരിക്കുന്നതാണ്. ഓഡിറ്ററാണ് മെയിൻ. ഇതെല്ലാം കണ്ടിരിക്കുക. കുറച്ചാളെ കഴിഞ്ഞു. ഒരു മാസം കൂടെ കഴിയട്ടെ. ഇതുങ്ങളൊക്കെ അത് ഭ്രാന്താണ്. മതി. ഓക്കെ ഇതാ കേട്ടോ. ഇതിന്റെ മണ്ടക്കോട്ടൊക്കെ ആസിറ്റോസ് ഒക്കെ പൊട്ടിയിരിക്കുക. മണ്ടയ്ക്ക് ആസിറ്റോസ് ഉണ്ട്. അതാ പൊട്ടി ചോരുന്നത്. ആസിറ്റോസ് മാറ്റാനുള്ള പൈസ ഈ പറയുന്നത്, അല്ലാതെ ഈ ഷീറ്റ് അല്ല. മനസ്സിലായി. അപ്പൊ ശരി.
ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ സംഘം കള്ളന്മാരെ വിട്ട് പോവുകയാണ്. അപ്പൊ ശരി, ബൈ ബൈ, ടാറ്റാ. അതിനെ കാണിക്കാം. ഞാൻ കണ്ടു, രണ്ടുപേരും കണ്ടു. പിന്നെ ഇയാളെ ഇന്നലെ കണ്ടല്ലോ, എല്ലാം മുടി വെട്ടിയിട്ട് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞു പോകുന്നു. ശരിയായില്ല. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുന്നു, പിന്നെ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോകുന്നു. ഓക്കെ. ഇനി ഇതുപോലെ കേരളത്തിന്റെ പല വഴികളിൽ നമ്മൾ എത്തണം. കാണിക്കട്ടെ. ഇത്രയും വഴിയൊക്കെ ഉള്ളു അവരുടെ വീട്ടിലോട്ട് വരാനേ. ഒരു സ്കൂട്ടർ പോകും, ഓട്ടൊന്നും പോകത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇയാൾ കോമയിലൊക്കെ കിടക്കുമ്പോഴേ, ഇയാൾ കുഴഞ്ഞു വീണ് നടക്കുമ്പോൾ ഇതുവഴി എടുത്തോണ്ടൊക്കെ വേണം പോകാൻ. നമ്മളത് മനസ്സിലായോ? അത്രയും ദൂരമുണ്ട്, നമ്മൾ തന്നെ നന്നായിട്ട് നടക്കും. എന്നിട്ട് മെയിൻ റോഡിലൊക്കെ ഇവിടുന്ന് ആംബുലൻസൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ. അതെ, അപ്പുറത്തെ വഴി വന്നാലും ഉണ്ട്, അപ്പുറത്തൊരു വഴിയുണ്ട്, പക്ഷെ അത് ഇത്രയും തന്നെ ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പം ശരി.